പുതിയ തലമുറയുടെ ലോകം അതിവികൃതമായിട്ട് ഒരു 35-40 കൊല്ലം മുമ്പുള്ളവരൊക്കെ വളരെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളുടെ പെരുമാറ്റം, സംസാരം, ഇടപെടൽ മാറി. അവർക്ക് ഹറാമുകൾ ഇല്ലാണ്ടായി, കറാഹത്തില്ലാണ്ടായി, പിന്നെ പറയേണ്ടതില്ലല്ലോ. മനസ്സിൽ ബഹുമാനം എന്ന വികാരം, അതായത് സല്യൂട്ടിങ് മൈൻഡ് എന്ന് പറയും സൈക്കോളജിയിൽ. സല്യൂട്ടിങ് മൈൻഡ്, നമ്മളിപ്പോൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അവരോട് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥ ഇല്ലാണ്ടാവുക. കാരണം ചില ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായിത്തീരുന്നത് ഇത്തരം മാനസികാവസ്ഥ കൂടി ഉണ്ടാകുമ്പോഴാണ്. ഇപ്പം നമ്മുടെ ഒരു ഗുരുനാഥൻ, എക്സാമ്പിൾ പറയണം, നമുക്ക് നമ്മുടെ ഗുരുനാഥനോട് റെസ്പെക്റ്റ് തോന്നുമ്പോഴാണ് അയാൾ അനുസരിക്കാൻ തോന്നുക. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അപ്പോൾ റെസ്പെക്റ്റ് തോന്നുന്ന അല്ലെങ്കിൽ സല്യൂട്ടിങ് മൈൻഡ് എന്ന് സൈക്കോളജിയിൽ പറയുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഗുരുവിനെ കാണുമ്പോഴേക്കും അയാൾ നമ്മളെ കണ്ടാലും കണ്ടിട്ടില്ലെങ്കിലും ഒരു ബഹുമാനവും ആ നിലക്കുള്ളൊരു ഒരു ഒരു ഇമോഷണൽ എന്താ പറയുക, ഇമോഷണലായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധവും നമ്മളിൽ ആക്റ്റീവ് ആകും. ഇപ്പം ഞാൻ പറയാം, എനിക്കിപ്പോഴും എൻ്റെ പഴയകാലത്തെ ഗുരുനാഥന്മാരെ കാണുമ്പോഴൊക്കെ ആ ഒരു ബഹുമാനം തോന്നാറുണ്ട്. എത്രത്തോളം ചെറിയ അടുത്ത് ഞാൻ മാത്സിൽ വളരെ ബാക്ക്വേർഡാണ്, ബട്ട് എന്നിട്ടും എൻ്റെ കണക്ക് പഠിപ്പിച്ച പ്രഭാകരൻ മാഷ്, അദ്ദേഹം ഇപ്പോഴും കുറ്റ്യേരി ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നമുക്ക് ആ ബഹുമാനവും ആ സ്നേഹവും, വണ്ടിയിലാണെങ്കിൽ ഇറങ്ങി അദ്ദേഹത്തെ ഒന്ന് പിന്നെ സല്യൂട്ട് ചെയ്യുന്ന ആ ഒരു മൈൻഡും, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഈ റെസ്പെക്റ്റിംഗ് മെൻറ്റാലിറ്റി, ബഹുമാനിക്കണം എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ, സല്യൂട്ടിങ് മൈൻഡ് ഉണ്ടാകുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽ കാണുന്ന വൈകല്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് എടുത്തു, 7 വയസ്സാണെന്ന് തോന്നുന്നു, ഒരു കുട്ടിയുടെ ആത്മഹത്യ ചെയ്ത വാർത്ത ഇന്നലെയോ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വാട്സപ്പിൽ വന്നു. അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു 25 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല ഇന്ന് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് പൊതുവെ ആദ്യം രക്ഷിതാക്കൾക്ക് വേണ്ടത്. ഫസ്റ്റ് വൺ അതാ വേണ്ടത്. പിന്നെ ചുറ്റുപാടുകൾ മനുഷ്യനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന അറിവ്. ചുറ്റുപാടുകൾ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത്. അറബിയിൽ അതിന് മാഹൗൽ എന്ന് പറയും. അപ്പോൾ ചുറ്റുപാടുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു, ഒരു വ്യക്തിയുടെ വളർച്ചയിൽ, വികാസത്തിൽ, അവൻ്റെ പെരുമാറ്റ രീതികളിലൊക്കെ അവൻ്റെ ചുറ്റുപാട് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ തീരെ മൈൻഡ് ചെയ്യുന്നില്ല, തീരെ പരിഗണിക്കുന്നില്ല. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾ നന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹമില്ലാത്തവരുണ്ട് കേട്ടോ, തീരെ ബോധമില്ലാത്ത എത്രയോ മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. അങ്ങനെ തൽക്കാലം പിന്നെ പണ്ടാരി പണിയെടുക്കുന്ന കുറേ ഉമ്മമാർ, പണ്ടാരി പണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്ന ആൾ, അത്രയല്ലേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. അതിന് പണ്ടാരി പണി തന്നെയല്ലേ പറയാം, കുക്കിൻ്റെ ജോലി, ഷെഫ് എന്നും പറയാമല്ലേ, കുറച്ച് മോഡേൺ ആക്കിയിട്ട്. അത്രയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നുള്ളൂ. പകരം മനുഷ്യൻ എന്ന നിലയിലുള്ള ഗുണങ്ങൾ തൻ്റെ കുഞ്ഞിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന ശരിയായ അറിവ് നമുക്കില്ല. പിന്നെ വേറൊരു വലിയ വിഷയം എന്താ അറിയോ, വളരെ പ്രധാനപ്പെട്ട വിഷയം, തിന്മയുടെ ആളുകൾ, അതായത് ഇവിടെ ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങൾ സജീവമായി നടക്കണമെന്ന് ചിന്തിക്കുന്നവരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. അവർ ഫുള്ളി ആക്റ്റീവാണ്. ഏറ്റവും സീരിയസ് ആയ കാര്യം അതാണ്. അതേസമയം നന്മയുടെ ആളുകളോ, അവർക്ക് പലതും കൊണ്ട് സമയം തന്നെ ഇല്ല. സമയം വേണ്ട ഇത് നേരെയാക്കാൻ, ആളെ നന്നാക്കാൻ സമയം കിട്ടണ്ടേ. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിലെ പല ഉപ്പമാരും, പല കുട്ടികളും ഉപ്പമാരെ കുറച്ചല്ലേ കാണുള്ളൂ അല്ലേ. ഞാനടക്കം വലിയൊരു സമൂഹം പലപ്പോഴും വീട്ടിൽ പുറത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ള കെയറിങ് കുട്ടികൾക്ക് കിട്ടാതെ വരുന്നത്. പക്ഷേ അത് പരിഹരിക്കാൻ ഉമ്മമാർക്ക് കഴിയും. പക്ഷെ ഉമ്മമാരിൽ അങ്ങനെ ഒരു മൈൻഡ് ആക്റ്റീവ് ആകണം. അപ്പോൾ തിന്മയുടെ ആളുകൾ, ഞാൻ പറഞ്ഞ വലിയ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും സീരിയസ് ആയ മാറ്റർ എന്താണെന്നറിയോ,
തിന്മയുടെ ആളുകൾ ഫുൾ ടൈം ആക്റ്റീവാണ്. ഒരു മനുഷ്യനെ എങ്ങനെ വഴിതെറ്റിക്കാം എന്നുള്ളത് അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്മൻ്റെ ആളോ ഓൻ എങ്ങനെ നന്നാക്കാം എന്നുള്ള ചിന്ത പോയിട്ട് ഓൻ പടക്കാടാ, ഓൻ്റെ പിറം കൂടണ്ടാടാ, ഓനെ പുറത്താക്കി, ഓനതിൻ്റെ ആളായി. ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. തിന്മൻ്റെ ആളോ എത്ര നല്ലോനി എങ്ങനെ ചീത്തയാക്കുക എന്നുള്ളതാണ് അവൻ്റെ ചിന്ത. ഓൻ വലിയ നല്ല ആളാതെ ഓൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, ചിലപ്പോൾ നമ്മൾ നന്നായി പോവും എന്നൊരു പറയില്ല. അവനെ എങ്ങനെ നന്നാക്കാം എന്നത് നിരന്തരം ആലോചിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എന്താക്കും, ബടക്കാക്കും. ഇതാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരു പ്രതിഭാസം. അതിനിടയിലാണ് സന്താന പരിപാലനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. സന്താന പരിപാലനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ശാരീരിക മാനസിക വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ്. ശാരീരികമായി മക്കൾ ശരിയാവണം. പിന്നെ മാനസികം കൊണ്ട് ഉദ്ദേശിച്ചത് പെരുമാറ്റം, അവരുടെ പെരുമാറ്റം പക്ക നന്നായി തീരണം. പിന്നെ അവരുടെ വിദ്യാഭ്യാസ പുരോഗതിയാണ് അവരുടെ ഭാവി നന്നാക്കുന്നത്. പ്രത്യേകിച്ചും നല്ല വരുമാനം, നല്ല ജോലി, അങ്ങനെ ഉണ്ടല്ലോ സമൂഹത്തിൽ സ്റ്റാറ്റസ് ഉള്ള ലൈഫ്, നല്ലൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള ലൈഫ് നമ്മളെ പിള്ളേർക്ക് കിട്ടണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം അവർക്ക് കിട്ടണം. അങ്ങനെ ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ക്ലാസ് 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കും. ഇന്നും നാളെയായിട്ട് ഈ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് നമ്മൾ തളിപ്പറമ്പ് വെച്ചിട്ട് സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പങ്കെടുക്കുന്ന ഒരു ഓപ്പൺ പരിപാടി സംഘടിപ്പിക്കും. അത് പിന്നെ ഓഫ്ലൈൻ പ്രോഗ്രാം ആയിരിക്കും, ഓൺലൈൻ അല്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്ന പിന്നെ കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾക്ക് വന്ന് മീറ്റ് ചെയ്ത് അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം നമ്മളെന്താക്കും, പ്ലാൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് പറ്റുന്നതും വിത്തിൻ 1 month, ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അഥവാ അത് ഡിലേ ആവുകയാണെങ്കിൽ ഗ്രൂപ്പിലുള്ള എൻ്റെ സഹോദരന്മാരെ അത് ഓർമ്മപ്പെടുത്തി അത് നടത്തുന്നതിലേക്ക് നമ്മൾ എത്തിക്കണം. ഒരു പബ്ലിക് ടോക്ക് ഫസ്റ്റ് വൺ, അതിലുണ്ടാവുന്നത് ഒരു ജനറൽ ടോക്കായിരിക്കും. അത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പിന്നെ നമ്മുടെ ടേബിളിൻ്റെ മുന്നിൽ വന്നിരുന്ന് അവരുടെ കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പറയാൻ, മറ്റൊരാൾ കേൾക്കാത്ത രൂപത്തിൽ അവതരിപ്പിക്കാനും ഏറ്റവും ശാസ്ത്രീയമായ പരിഹാരം നേടാനുമുള്ള ഒരു അവസരമായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കതിന് കാത്തു നിൽക്കാം. ഓക്കെ. അപ്പോൾ സന്താന പരിപാലനം ഞാനെപ്പോഴും പറയാറുണ്ട്, ഒന്നാമത്തത് മാതാപിതാക്കൾ മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. അത് ഗർഭധാരണം മുതൽ തന്നെ ഔലാദൻ സ്വാലിഹൻ അങ്ങനെയാണല്ലോ നമ്മൾ ദുആർക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ വലതൻ സ്വാലിഹൻ, സ്വാലിഹായ കുട്ടിക്ക് വേണ്ടിയാണല്ലോ. കുട്ടിക്ക് അള്ളാഹു എനിക്ക് ഒരുപാട് മക്കളെ തരണേ എന്നല്ലല്ലോ ദുആർക്കേണ്ടത്, സ്വാലിഹ്യങ്ങളായ ആബിദായ ഇബാദത്ത് ചെയ്യുന്ന മക്കളെ തരണേ എന്നാണല്ലോ ദുആ ചെയ്യേണ്ടത്. നമ്മൾ സത്യത്തിൽ അങ്ങനെ ദുആ ചെയ്യാറില്ല. അല്ലെങ്കിൽ നിന്നെ അനുസരിക്കുന്ന മക്കളെ നീ എനിക്ക് തരണേ എന്നാണ് ദുആർക്കേണ്ടത്, നമ്മൾ ചെയ്യാറില്ല. സാരമില്ല, സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇപ്പോൾ കുട്ടികളുണ്ട്, അവർ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതിലേറ്റവും പ്രധാനം 1ാം ഘട്ടം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും മക്കളുടെ പിന്നെ ഈമാനും ഇസ്ലാമും നിലനിൽക്കാൻ ദുആ ചെയ്യണം. അതായത് എൻ്റെ മക്കളുടെ ഈമാൻ നീ ശക്തിപ്പെടുത്തി കൊടുക്കണേ, എൻ്റെ മക്കളുടെ ഇസ്ലാം നീ ശരിയാക്കി കൊടുക്കണേ. ഇസ്ലാം എന്ന് പറയുന്നത് ജീവിത രീതി. ഇതിൻ്റെ പ്രാർത്ഥനയാണ് നമ്മളിൽ ആദ്യം ഉണ്ടാവേണ്ടത്. അത് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം, ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അപ്പോൾ പ്രാർത്ഥനയിലൂടെ തന്നെയാണ് നമ്മൾ എന്തും ആരംഭിക്കേണ്ടത്. നമ്മൾ ഇസ്ലാമിക സമൂഹമാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരായതുകൊണ്ട് നമ്മൾ മറ്റൊന്നും ആദ്യം ചെയ്തിട്ട് കാര്യമില്ല. ഫസ്റ്റ് വൺ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ പറയും, പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസവും ഇല്ല, എപ്പോഴും പ്രാർത്ഥനയാണ്. ശരി, നല്ലതാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവേ നിന്നെ ആരാധിക്കുന്ന മക്കളാക്കി എൻ്റെ മക്കളെ നീ മാറ്റിത്തരണം, നിന്നെ അങ്ങേയറ്റം അനുസരിക്കുന്ന മക്കളാക്കി എൻ്റെ മക്കളെ നീ ആ വാക്ക് പറയണം. അല്ലാണ്ട് ഞാൻ വയസ്സാകുമ്പോൾ എനിക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ എന്ന ദുആ ഒഴിവാക്കണം. ഇത് പ്രധാനമാണ്. പക്ഷേ ഈ ദുആയിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ മക്കളെ ആക്ഷേപിച്ചും ശപിച്ചും വിമർശിച്ചും പറയുന്ന ചില വാക്കുകൾക്ക് ദുആയിൻ്റെ ഫലമുണ്ട്. നീ ഒരിക്കലും നന്നാവില്ല, നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്നൊക്കെ പറയുന്ന ചില വാക്കുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഫലം ചെയ്യും. ഇത്തരം വാക്കുകൾ പലപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്ത് വരാറുണ്ട്.
അത്തരം വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ആലോചിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ഖേദിച്ചു മടങ്ങിയേ പറ്റൂ. അള്ളാഹു എൻ്റെ വിവരമില്ലായ്മ കൊണ്ട് ഞാൻ എന്താക്കിയിട്ടുണ്ട്,